സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനികൾ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് തീർത്തിട്ടേ നിർത്തൂ. ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിൽ വിട്ടുവീഴ്ചയില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പാക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് വൃക്ഷത്തൈ നട്ടതും ഇറാന്റെ കർശനമായ രാഷ്ട്രീയ നിലപാടുമായി കൂട്ടിവായിക്കപ്പെടുകയാണ്. ഫോട്ടോ എടുക്കാനുള്ള ചടങ്ങ് എന്ന നിലയിൽ തൈക്ക് അല്പം മണ്ണിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഷഹബാസ് ഷെരീഫ് പലവട്ടം നിർത്താമെന്ന് പറഞ്ഞിട്ടും തോളിൽ തട്ടിയിട്ടും പെഷഷ്കിയാൻ കുഴി പൂർണ്ണമായി മൂടുന്നത് വരെ മണ്ണിട്ടു. ഇതേ നിശ്ചയദാർഢ്യമാണ് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ പോരാട്ടത്തിലും കാണിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. ഈ വീഡിയോ വളരെ വൈറലായി പോവുകയാണ്. എന്തായാലും അന്തിമ സമാധാന കരാറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. ട്രംപിന്റെ വ്യാജ അവകാശവാദങ്ങളെയും സമ്മർദ്ദങ്ങളെയും കർശനമായി തള്ളിക്കളയുകയാണ് ഇറാൻ. തങ്ങൾക്ക് കരാറല്ല, രാജ്യത്തിന്റെ പരമാധികാരമാണ് വലുത് എന്നാണ് ഇറാൻ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത്. അതിനിടയ്ക്ക് ട്രംപിന് ആഭ്യന്തരമായി ഏറ്റ കനത്ത തിരിച്ചടികളും ഇറാന് നയതന്ത്രപരമായി നേട്ടമാവുകയാണ്. ഇറാനെതിരെ ഇനി യുദ്ധം പാടില്ല എന്നാണ് ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സെനറ്റ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ട്രംപിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു എന്ന റോയിറ്റേഴ്സ് സർവേയും പുറത്തു വന്നു. അതായത് എല്ലാം കൊണ്ടും ഇറാൻ ട്രംപിന് വലിയ തിരിച്ചടികളാണ് സമ്മാനിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇറാനുമായി ബന്ധപ്പെട്ട് ട്രംപിന് ഏറ്റുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളും സമാധാന കരാറിലെ തർക്കങ്ങളും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുന്ന അനാവശ്യ വാദങ്ങളും അതിന്മേൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ തർക്കങ്ങളെയും പരിശോധിക്കാം. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾക്ക് ശേഷം കടുത്ത വാക്പോരാട്ടമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. അതിന് കാരണം ട്രംപാണ്. ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പുറത്തേക്ക് വരികയാണ്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 കാര്യങ്ങളിലാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ തർക്കം ആണവ നിലയങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക്, അതായത് പരിശോധകർക്ക് പരിശോധന നടത്താൻ പൂർണ്ണമായും സമ്മതിച്ചു എന്ന ട്രംപിന്റെ വാദമാണ് തർക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞിരുന്നു. പരിശോധന സമ്മതിച്ചില്ല എങ്കിൽ ചർച്ചകൾ ഉടനടി നിർത്തുമെന്ന് കൂടി ട്രംപ് പറഞ്ഞത് ഇറാന് വലിയ പ്രകോപനമായി. ഇതോടെ കർശനമായ ഭാഷയിലും വളരെ കരുതലോടെയും ഇറാൻ മറുപടി നൽകി. തകർക്കപ്പെട്ട തങ്ങളുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുകയും അന്തിമ കരാർ ഉണ്ടായതിനു ശേഷവും മാത്രമേ നിലയങ്ങളിലെ പരിശോധനയെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസം ഗരീബാബാദി വ്യക്തമാക്കിയത്. നിലവിലെ താൽക്കാലിക ധാരണാപത്രത്തിൽ ഇറാന്റെ ആണവ പരിപാടികൾക്ക് നിയന്ത്രണമില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകളിലും ആണവ വിഷയം ചർച്ചയായിട്ടില്ല എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇറാൻ കൃത്യമായി പറയുന്നതും അതുതന്നെയാണ്. ഇനി രണ്ടാമത്തെ തർക്കം വിദേശ അക്കൗണ്ടുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ്. ഇറാന്റെ ഈ ഫണ്ട് ഉപയോഗിച്ച് അമേരിക്കൻ കർഷകരിൽ നിന്ന് ഭക്ഷണവും മരുന്നും വാങ്ങണമെന്നാണ് ട്രംപും അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയും പറയുന്നത്. എന്നാൽ ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് ഇറാന്റെ മറുപടി. മാത്രമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ഗതികേട് തങ്ങൾക്കില്ല എന്നും വിലയും ഗുണനിലവാരവും നോക്കിയാണ് തങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്നും ഇറാൻ പരിഹസിക്കുന്നു. മൂന്നാമത്തെ തർക്കം ഹോർമൂസുമായി ബന്ധപ്പെട്ടതാണ്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നികുതിയോ ഫീസോ ഈടാക്കില്ല എന്ന് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇറാൻ ഹോർമൂസ് നികുതി പിരിക്കില്ല എന്നുള്ള കാര്യം GCC രാഷ്ട്രത്തലവന്മാർക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷേ ഇറാൻ പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെയും ഒമാന്റെയും പരമാധികാരത്തിൽപ്പെട്ടതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ 60 ദിവസത്തിന് ശേഷം സെസ് പിരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. ഇക്കാര്യം പരോക്ഷമായി ഒമാനും ശരിവയ്ക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഹോർമൂസ് വഴി കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കപ്പലുകളെയും കടത്തിവിടാനുള്ള നടപടികളാണ് ഇറാൻ എടുക്കുന്നത്. ഹോർമൂസിൽ വിതറിയിട്ടുള്ള മൈനുകളും മറ്റും ഇറാൻ നീക്കം ചെയ്യുന്നുണ്ട്. ഇവ എപ്പോൾ വേണമെങ്കിലും പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇവയെ ഇറാൻ മാറ്റുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറുഭാഗത്ത് ഒമാൻ ഹോർമൂസ് വഴിയുള്ള താൽക്കാലിക കപ്പൽ പാത തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഇറാനും ഒമാനും ചേർന്നുള്ള നീക്കങ്ങൾ തന്നെ അല്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ ഹോർമൂസിൽ നടക്കുന്നത്. അതായത്
ഹോർമൂസിലേക്ക് മറ്റാരെയും അടുപ്പിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാനും ഒമാനും നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ട്രംപിന് അമേരിക്കൻ സെനറ്റിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റിനും കിട്ടാത്ത തരത്തിലുള്ള ചരിത്രപരമായ തിരിച്ചടിയാണ് ട്രംപിന് അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് സെനറ്റും ജനപ്രതിനിധി സഭയും അടങ്ങുന്ന അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന്. ഇറാനുമായുള്ള യുദ്ധം തടയുന്ന വാർ പവേഴ്സ് പ്രമേയമാണ് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റ് പാസ്സാക്കിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രമേയം ട്രംപിൻ്റെ ഏകപക്ഷീയമായ വിദേശ സൈനിക നയങ്ങൾക്കേറ്റ ചരിത്രപരമായ തിരിച്ചടിയായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രമേയം ചരിത്രപരമായി മാറുന്നത് എന്ന് നോക്കിയാൽ, 1973 വാർ പവേഴ്സ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിനോട് സൈനിക നടപടി അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് കോൺഗ്രസിൻ്റെ ഇരുസഭകളും ഒരുമിച്ച് കൺകറന്റ് പ്രമേയം പാസ്സാക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. അതാണ് ഈ പ്രമേയത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. പ്രമേയത്തിൽ എന്താണ് വ്യക്തമായി പറയുന്നത്? അമേരിക്കൻ കോൺഗ്രസ്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെനറ്റും ജനപ്രതിനിധി സഭയും അടങ്ങുന്ന അമേരിക്കൻ കോൺഗ്രസ് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായ സൈനിക നടപടിക്ക് അനുമതി നൽകുകയോ ചെയ്തില്ല എങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്കൻ സായുധ സേനയെ ഉടനടി പിൻവലിക്കാനാണ് പ്രമേയം ട്രംപിനോട് ആവശ്യപ്പെടുന്നത്. അമേരിക്കയ്ക്കോ സഖ്യകക്ഷികൾക്കോ നേരെ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രമുള്ള പരിമിതമായ സൈനിക സാന്നിധ്യം മാത്രമേ പശ്ചിമേഷ്യയിൽ അനുവദിക്കൂ എന്നും ഈ പ്രമേയം പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റ് 48-നെതിരെ 50 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സാക്കിയത്. ട്രംപിൻ്റെ സ്വന്തം പാളയത്തിലെ 4 പ്രമുഖ സെനറ്റർമാർ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് വോട്ട് ചെയ്താണ് പ്രമേയം പാസ്സാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, കടുത്ത റിപ്പബ്ലിക്കൻ നേതാവായ മിച്ച് മെക്കോണൽ ഉൾപ്പെടെ 2 അംഗങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും ഡെമോക്രാറ്റുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ഇവർ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണോ അതോ ട്രംപിനോടുള്ള എതിർപ്പ് കാരണമാണോ വിട്ടുനിന്നത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു കൺകറന്റ് പ്രമേയമായതിനാൽ പ്രസിഡന്റിൻ്റെ ഒപ്പ് ആവശ്യമില്ല. മാത്രമല്ല, നിയമപരമായ സാധുതയുമില്ല. അത് ശ്രദ്ധിക്കണം. വൈറ്റ് ഹൗസ് ഇതിനെ പ്രതീകാത്മകം മാത്രമായിട്ടാണ് കാണുന്നത്. തോൽവിയെ തള്ളി, അതായത് ഈ വോട്ടെടുപ്പിലെ തോൽവിയെ തള്ളി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പ് തെറ്റായ സമയത്തുള്ളതും അർത്ഥശൂന്യവുമാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വിമർശിച്ചത്. ഇറാനെ താൻ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കി നിർത്തിയിരിക്കുന്ന സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 തോറ്റ നേതാക്കൾ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് ചർച്ചകളെ ദുർബലപ്പെടുത്തി എന്നുള്ള വാദമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇനി ട്രംപിനെ ഏറെക്കുറെ പൂർണ്ണമായും തള്ളുന്ന റോയിറ്റേഴ്സിലെ സർവേയിലേക്ക് പോയാൽ ഇറാൻ യുദ്ധം കൊണ്ട് നേട്ടമില്ല എന്നാണ് സർവേയിലൂടെ അമേരിക്കൻ ജനത പറയുന്നത്. യുദ്ധം അനാവശ്യമായിരുന്നു എന്നാണ് പകുതിയിലധികം പേരും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ട്രംപിൻ്റെ ജനപ്രീതി 34% കുറഞ്ഞുവെന്നും റോയിറ്റേഴ്സും ഇപ്സോസും ചേർന്ന് നടത്തിയ സർവേ പറയുന്നു. 5 ദിവസമായിട്ടാണ് അമേരിക്കയിൽ ഈ സർവേ അവർ പൂർത്തിയാക്കിയത്. ഒപ്പം 63% അമേരിക്കക്കാരും ഇറാനുമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന താൽക്കാലിക ധാരണാപത്രം അല്ലെങ്കിൽ സമാധാന കരാർ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല എന്നും വിശ്വസിക്കുന്നു. ഇറാനുമായുള്ള ബന്ധത്തിൽ അമേരിക്ക കൂടുതൽ ദുർബലമായെന്ന് 35% ജനങ്ങളും അഭിപ്രായപ്പെടുന്നു. ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ ജീവിത ചെലവ് കൂടിയതിലും ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. ഇറാൻ ഹോർമൂസ് അടച്ചതിന് ശേഷം വലിയ തുകയാണ് അമേരിക്കയിൽ ഇന്ധനവിലയായി ജനങ്ങൾ നൽകുന്നത്. 47% ജനപ്രീതി ഉണ്ടായിരുന്ന ട്രംപിന് കനത്ത വിലക്കയറ്റമാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ജനപ്രീതി കുത്തനെ ഇടിഞ്ഞത്. മാത്രമല്ല, രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ ആട്ടി ഓടിക്കാൻ നടത്തുന്ന കർശനമായ നടപടികൾ, മനുഷ്യത്വമില്ലാത്ത നടപടികൾ, ആ നീക്കങ്ങളും ട്രംപിൻ്റെ ജനപ്രീതി കുറയാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. റോയിറ്റേഴ്സ് സർവേ കൂടാതെ അമേരിക്കൻ റിസർച്ച് ഗ്രൂപ്പ് പോൾ സർവേ, CBS ന്യൂസ് യുഗോ സർവേ, വേരാസെറ്റ് പോള്, ഇതെല്ലാം ട്രംപിൻ്റെ നയങ്ങൾ പരാജയമാണെന്നും ട്രംപ് ഭരണം വളരെ മോശമാണ് എന്നും പറയുന്നു. ട്രംപിൻ്റെ ജനപ്രീതിയിലെ ഈ ഇടിവ് നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ, അതായത് ജില്ലയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നാണ് 34% സ്വതന്ത്ര വോട്ടർമാരും പറയുന്നത് എന്നതും ട്രംപിന് ഭീഷണിയായി മാറുകയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം മണക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. ആഭ്യന്തരമായ തിരിച്ചടിക്ക് പുറമെ ആഗോളതലത്തിൽ ട്രംപിൻ്റെ പ്രതിച്ഛായ തകർന്നുവെന്ന് പ്യൂ റിസർച്ച് സെൻറ്റർ സർവേകളും പറയുന്നു. ഈ സർവേ പ്രകാരം
ലോകത്തിലെ 36 രാജ്യങ്ങളിൽ 76% ജനങ്ങൾക്കും ട്രംപിൻ്റെ നേതൃത്വത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയായി മാറിയെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഈ സർവേയിലൂടെ വിലയിരുത്തുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാനെതിരായ സൈനിക നടപടി ട്രംപിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ട്രംപ് നെതന്യാഹുവിനെ പോലും പിണക്കി കരാർ ഒപ്പിട്ട് അല്ലെങ്കിൽ താൽക്കാലിക ധാരണാപത്രം ഉണ്ടാക്കി സ്ഥലം കാലിയാക്കിയത്. ഇപ്പോൾ പിന്നെ നടത്തുന്ന ഭീഷണികൾ തങ്ങൾ തോറ്റിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള വെറും ശ്രമങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇറാൻ തീരുമാനിച്ചുറപ്പിച്ച പദ്ധതികൾ അല്ലെങ്കിൽ അജണ്ടകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.